ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഓഫ് ലൈഫ് ഫസ്റ്റ് ഇപ്പോൾ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് ഡോഡ സ്പെഷ്യാലിറ്റീസ്, ഡോഡയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. തർക്കമുള്ള കാശ്മീർ മേഖലയിലെ ഇന്ത്യയുടെ അധീനതയിലുള്ള ജമ്മു ഡിവിഷനിലെ ജമ്മു കാശ്മീരിലെ ഒരു ജില്ലയാണ് ഡോഡ എന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2526 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 4,99,036 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഡോഡ മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും മനോഹരമായ താഴ്വരകൾ കൊണ്ടും വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഡോഡ. ഡോഡയുടെ ചരിത്രം നോക്കുമ്പോൾ ഡോഡയ്ക്ക് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം തൊട്ടി എന്നൊരു കറുപ്പ് ചെടിയുണ്ടായിരുന്നു. ആ ചെടിയിൽ തൊട്ടി എന്ന പേരായിരുന്നു ആ ചെടിക്കുണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് അത് ഡോഡ. ആ ചെടി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ അങ്ങനെ വിളിച്ച് പിന്നെ ഡോഡ എന്ന പേര് വരികയും പിന്നെ അത് ഡോഡ എന്ന പേര് അവിടെ ആ സ്ഥലത്തിന് വരികയും ഉണ്ടായി. ഡോഡ പണ്ട് കാലത്ത് സാരവി ജനവിഭാഗങ്ങളായിരുന്നു ഇവിടെ വസിച്ചിരുന്നത്. അതിനുശേഷം 17-18 നൂറ്റാണ്ടുകളായപ്പോഴേക്കും ജമ്മു കാശ്മീരികൾ ഇവിടേക്ക് താമസം മാറ്റി കൂടുതൽ ആളുകൾ ഇവിടേക്ക് വന്നു തുടങ്ങി. 1822 മഹാരാജ ഗുലാബ് സിംഗ് ഇവിടെ ആക്രമിക്കുകയും കിഷ്താർ പിടിച്ചടക്കുകയും കിഷ്താർ സംസ്ഥാനത്തിൻ്റെ ശൈത്യകാല തലസ്ഥാനമായിട്ട് ഡോഡയെ മാറ്റുകയും ചെയ്തു. പിന്നീട് ബ്രിട്ടീഷ് ഭരണം 1846 രാജാവും ഗുലാബ് സിംഗ് രാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ളൊരു കരാർ ഒപ്പുവയ്ക്കുകയും അതിനെ തുടർന്ന് ഡോഡയെ ജമ്മു കാശ്മീരിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായിരുന്നു ഡോഡ. പിന്നീട് 1948 ഡോഡ ജില്ല രൂപീകരിക്കുന്നത്. 1948 ഡോഡ ജില്ല രൂപീകരിച്ചു. പിന്നെ ഇന്ന് കാണുന്ന ഡോഡ ജില്ലയായിട്ട് തുടരുന്നു. ജമ്മു കാശ്മീർ തലസ്ഥാനങ്ങളായ ജമ്മുവിൽ നിന്നും ഏകദേശം 156 കിലോമീറ്ററും ശ്രീനഗറിൽ നിന്നും 205 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഡോഡ ജില്ല എന്നത്. പിന്നെ പണ്ട് കാലത്ത് ഇത് ഉധംപൂർ രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു ഡോഡ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.